നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇന്ന് നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്, മെസ്സേജസ് എന്താണെന്നാണ് നോക്കുന്നത്. ഞാൻ കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 2 ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. 2 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് സോർട്സ്, Queen of Swords, 4 of Cups and 5 of Swords. ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്ന 2 ഓഫ് സോർട്സിൻ്റെ കാർഡാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 2 ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ 2 കണ്ണും മൂടി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ചില ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് ഉപേക്ഷിച്ചിട്ട് വിദേശത്തേക്ക് പോകണോ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ചില ആളുകൾക്ക് ജോലി ഉപേക്ഷിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ ഒരു കൺഫ്യൂഷനിലിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട് ഒരേപോലെ. അതിനകത്ത് നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇന്ന് കാണുന്നത്. 5 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. മാനസികമായിട്ട് വളരെ സംഘർഷത്തിലിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രിയപ്പെട്ട എന്തോ നമ്മൾ ഉപേക്ഷിച്ചു പോരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലമോ നിങ്ങൾക്ക് അത്ര പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഉപേക്ഷിച്ച് പോരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ട് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 3 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 4 സോർട്സുകൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ഓഫ് സോർട്സ് വന്നു, 5 ഓഫ് സോർട്സ് വന്നു, 3 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 3 ഓഫ് സോർട്സ് സൂചിപ്പിക്കുന്നത് വൈകാരികമായ ഒരു വേർപിരിയൽ എന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നിന്നുണ്ടാവുന്ന ഒരു പെയിൻ ആയിരിക്കാം. നിങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വളരെ വേദനയോടെ ആ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോരേണ്ട ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ക്വീൻ ഓഫ് സോർട്സ് ആണ്. നമ്മളിന്ന് നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചില ആളുകൾ നിങ്ങളെ കൂടെ നിർത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു നിങ്ങളത് തിരിച്ചറിയാതെ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അവർ നിങ്ങളെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ആ സിറ്റുവേഷനോ അല്ല ഒരു വ്യക്തിയോ ആ സ്ഥാപനമോ എന്താണെങ്കിലും നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടൊരു സംഭവമായിരിക്കും. നിങ്ങൾ സന്തോഷവും ആശ്വാസവും ഒക്കെ അതിനകത്ത് കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് ഉപേക്ഷിച്ച് പോരുവാൻ തീരുമാനിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. കുറച്ച് വേദനകൾ ഉണ്ടാകാം, പക്ഷെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നേരത്തെ നമ്മളൊരു കൺഫ്യൂസ്ഡ് ഇരിക്കുന്ന ആൾക്കാർ ഒരു എനർജി കണ്ടായിരുന്നു. അത് ചിലപ്പോൾ നമുക്കിതിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയാലും നമുക്കത് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തം ശക്തിയും കഴിവും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തം നമുക്ക് തനിയെയുള്ള ഒരു ശക്തിയും കഴിവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടരാനാണ് പറയുന്നത്. അല്ലാതെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുകയോ ഒരു സ്ഥാപനത്തിൽ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ല ഒരു കാര്യത്തിൽ മാത്രം
സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിവേചന ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ വിവേചന ശക്തി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. വളരെ ബോൾഡായിട്ടിരിക്കാൻ പറയുന്നു. നിങ്ങളുടെ എടുക്കുന്ന തീരുമാനത്തെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങൾ ആ പ്രലോഭനങ്ങളൊന്നും വീഴാതെ ബോൾഡായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പുനർജന്മമാണെന്ന് പറയുന്നത്. ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ചില ആളുകൾ ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു പുനർജന്മമാണെന്ന് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് കുറേ നാളുകളായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിച്ച് നമ്മളങ്ങനെ ഭയങ്കര ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന ആൾക്കാർക്കും അതിൽ നിന്നെല്ലാം റിലീഫ് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നത്. പുതിയ കാര്യങ്ങൾക്കുള്ള വഴി തുറന്നു കിട്ടും. യൂണിവേഴ്സ് അത് കാണിച്ചു തരുന്നുണ്ട്. പുതിയ വിശ്വാസവും പ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവിധ സക്സസ്സും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് ആ എനർജിയിൽ നിന്ന് മാറി സക്സസ്സും സന്തോഷവുമുള്ള എനർജിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്സ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.